ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പ്ലേറ്റ്സ് ആൻഡ് പ്ലാൻസിന് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ ഉള്ളത് മുതുമലയിൽ നിന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്കാണ് ഇപ്പോൾ പോകാൻ പോണത്. നമ്മൾ ഇന്നലെ ബന്ദിപ്പൂരും അതുപോലെ മുതുമലയും ഫോറസ്റ്റും എല്ലാം കണ്ടു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് മസനഗുഡി വഴി ഊട്ടിക്ക്. അപ്പോൾ നമ്മളെന്തായാലും ആന കണ്ടിട്ട് തിരിച്ച് മടങ്ങുള്ളൂ. നോക്കാം, ഇപ്പോൾ എത്തുന്നതിനുള്ളിൽ എന്തായാലും ആന കാണാണ്ടിരിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും കിട്ടും, ആന കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. നോക്കാം. ഇത് ഇവിടുന്ന് ഫ്രണ്ടിൽ നോക്കൂ, ഇത് ആന 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 റൈറ്റ് സൈഡിൽ കണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ആന കിട്ടും. അതാണ് നമ്മൾ അനുഭവങ്ങളല്ലേ, അത്രയും പ്രാവശ്യം വന്നിട്ടുണ്ട്. ആന കിട്ടുന്ന പറഞ്ഞാൽ കിട്ടും. കൂട്ടം ആനയാണ്. ഗായ്സ് നോക്കിക്കോളൂ, കുറേ ആനയുണ്ട്. ആ ആനന്റെ മുകളിൽ നോക്കി രണ്ട് മൈന ഇരിക്കുന്നത്. എന്നെയും കിട്ടണ്ട. നോക്ക് എത്ര ആനയുണ്ട് നോക്ക്. 1 2 3 4 5 6 ആനയും ഒരു കുട്ടിയുണ്ട്. നല്ല ഒറിജിനൽ കാട്ടാന. ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ തെപ്പക്കാട് എത്തിയിരിക്കുകയാണ്. ഗൂഡല്ലൂരിന്ന് മുതുമല പോണ റൂട്ടാണ്. അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ തെപ്പക്കാട് എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇവിടുന്ന് അതേ പോണതാണ് മുതുമലയ്ക്ക് പോണത്. അവിടുന്ന് നമ്മൾ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്നത് നേരെ മസനഗുഡി, അതായത് തെപ്പക്കാട് നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂമിൽ പോകുന്നവർക്ക് വാഷ്റൂമിൽ പോകാം, കാരണം അതിന് കുറച്ച് ദൂരം നമ്മൾ കാട്ടിലൂടെ ആയിരിക്കും പോകേണ്ടത്. അപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ പോകുന്നവർക്ക് ഇവിടെ പോവാം. ഗൈസ്, ഇതുകൊണ്ടാണ് ഫോറസ്റ്റിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഇന്നൊക്കെ ആ കുരങ്ങൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട, അതിന് പ്ലാസ്റ്റിക് ആണെന്ന് പോലും അറിയാതെയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ചപ്പോൾ എല്ലാം അത് വയറ്റിനുള്ളിൽ പോയിട്ട് ഇത് മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കുകളൊന്നും ഫോറസ്റ്റിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് ആരും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ മസനഗുഡിയിലാണ്. മസനഗുഡി പോയിക്കൊണ്ടിരിക്കുന്നു. മാമ, എന്താണ് മസനഗുഡിനെ കുറിച്ചുള്ള പറയാനുള്ളത്? ഒരു മലനിര പ്രദേശമാണ്. ആനിമൽ സൈറ്റിംഗ് കിട്ടണമെങ്കിൽ ഈ വഴിക്ക് വന്നാൽ ഉറപ്പായി കിട്ടും. അത് കൺഫേം. ഉറപ്പായി കിട്ടുന്ന പറഞ്ഞാൽ അവർ വരുന്ന സമയത്തൊന്നും കിട്ടൂല. ഇല്ല, കിട്ടും. അവർക്ക് ഭാഗ്യം ചെയ്ത് അതെ ആന. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആന ആന കൊമ്പനാണ്, ഒറ്റ കൊമ്പനാണ്. ഒറ്റക്കൊമ്പനല്ല, ഒറ്റയാൻ. യെസ്, ഒറ്റയാന. ബൈക്കൊക്കെ വെച്ചിട്ടില്ല. ഫോറസ്റ്റ് ആയിരുന്നിട്ടുണ്ട്. നിർത്തണ്ട, നല്ല കൊമ്പനാണ് കേട്ടോ. പറഞ്ഞല്ലേ അപ്പുറത്ത് മാൻ നല്ല കൊമ്പനാണ്. ഗൈസ്, വീണ്ടും ആന. വീണ്ടും നമ്മൾ ആന കാണുന്നു ഗൈസ്. അടുത്ത് 2 ആന. അതിൻ്റെ ബാക്കിൽ ആനയുണ്ട്. പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ.
അടിപൊളി. ഭാഗ്യമുണ്ട്. വീണ്ടും ഭാഗ്യം. വീണ്ടും വീണ്ടും ആന കണ്ടോണ്ടിരിക്കുകയാണ് നമ്മള്. ഇപ്പൊ എത്ര സ്ഥലത്ത് നമ്മൾ സ്പോട്ട് ചെയ്തു? 5-6 സ്ഥലം. നമ്മള് പോകുമ്പോ 2 പ്രാവശ്യം, തിരിച്ചു വരുമ്പോ കുറെ പ്രാവശ്യം ഞാൻ കാണുന്നു. അടിപൊളി. ഇന്നത്തെ ദിവസം സൂപ്പർ, അടിപൊളി. കാട്ടുപോത്തിനെ കണ്ടില്ല കേട്ടാ. കാട്ടുപോത്തിന്റെ ഒരു കുറവുണ്ട്. ടൈഗറിന് ചെറിയൊരു കുറവ്, വലിയ കുറവാണ്. ഒരുപാട് കാലം ഇത്ര യാത്ര ചെയ്തിട്ട് ഈ റൂട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തു. മോയാറ് പോകുന്നുണ്ട് ഇത് നേരെ. അപ്പൊ അവിടെ വെച്ചിട്ട് കാട്ടുപോത്ത് ഉറപ്പായി കാണുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷ എന്നൊരു നല്ലതാണ്. പ്രതീക്ഷിക്കാം ഗൈസ്. അങ്ങനെ നമ്മള് മസനഗുഡി എത്തിയിരിക്കുകയാണ്. ഇവിടെ മദ്ദളം മസനഗുഡി ടൗൺ എത്തണം. ഇവിടെ കുറേ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനിമൽ സൈറ്റിങ്ങിന് പോകണവർക്ക് ജീപ്പ് സഫാരി എടുത്തു കഴിഞ്ഞാൽ അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടും. ഇവിടെ ഒരുപാട് ജീപ്പ് സഫാരികളുണ്ട്. ആയാർ സിംഗാര ഇതെങ്ങനെ മോയാർ റൈറ്റ് സൈഡ് മോയാർ സിംഗാര. നമ്മുടെ വണ്ടി പോകാൻ പറ്റിയാണ്. അതുപോലെ ദൈവം ഉണ്ടാക്കിയെന്നറിയില്ല. ഇതാണ് മസനഗുഡി ടൗണ്. ഇതൊരു പുതിയൊരു റൂട്ടായിരിക്കും. നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ അങ്ങനെ ഒരു റൂട്ടുള്ളത് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് മസനഗുഡിയിൽ നിന്ന് മോയാർ റൂട്ടിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ. കാരണം കൂടുതൽ അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഈ റോഡ് ബെസ്റ്റാണ്. ഇതൊരു ഗ്രാമത്തിലേക്കാണ് പോണത്. പോണ വഴികളൊക്കെ നല്ല ഫോറസ്റ്റാണ്. അപ്പോൾ അനിമൽ സൈറ്റിംഗ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. രക്ഷയില്ല. സ്കൈ അല്ലേ, അടിപൊളി സ്കൈ. ഇവിടെ അങ്ങനെ മഴ കിട്ടിയിട്ടില്ല അല്ലേ മാമ? മഴയില്ല. ഒരു പച്ചപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? രാവിലെ മറ്റേ മുത്തങ്ങയിലും ബന്ദിപ്പൂരും എല്ലാം ആവശ്യത്തിന് മഴ കിട്ടിയത്. അവിടെ ആ ഭാഗത്ത് മഴയുണ്ട്. എന്ത് രസമാണ് നോക്ക്. റോഡും സ്കൈയും എല്ലാം നമുക്കിന്ന് അനുകൂലമാണ് അല്ലേ മാമ? കാട്ടുപോത്ത്. ഭാഗ്യമുണ്ട്. അങ്ങനെ കാട്ടുപോത്ത് കണ്ടു. അതെ, കാട്ടുപോത്ത് കണ്ടില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ മോയാർ ഇതാണ്, മോയാർ ഡാം. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മോയാറിലെത്തിയിട്ടുണ്ട്. ചെറിയൊരു ഗ്രാമമാണത്.
കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്താ മാമ? ഇതാണ് ചായക്കട. ഇവിടെ വരിക, ഒരു ചായ കുടിക്കുക, 2 വണ്ടി റിട്ടേൺ എടുത്ത് പോവുക. നമ്മുടെ ലക്ഷ്യം ആനിമൽ സൈറ്റിംഗ് ആണല്ലോ. പക്ഷെ അതിന് കുറച്ചും കൂടി സമയം എടുക്കണം അല്ലേ മാമ? ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാൻ. അതെ അതെ. ജ്യോതിയോടെ വണ്ടി മാറ്റിയിടാൻ പോയിരിക്കുകയാണ്. മയിലിരിക്കണ നോക്ക്. നിർത്തണം. മയിലിരിക്കണം നോക്ക് ഗൈസ്, നല്ല രസല്ലേ? ഇതാണ് കാട്ടുകോഴി. എന്തായാലും മോയർ വന്നിട്ട് കാട്ടുപോത്ത് കിട്ടി അല്ലേ? കാട്ടുപോത്തും മാനും, മയില്, കാട്ടുകോഴി. ആനയും കരടിയും കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ മാമ? കരടി കിട്ടും, എത്തുന്നതിനുള്ളിൽ കിട്ടും. അതെ, കിട്ടാനാണ് ചാൻസ്. അങ്ങനെ മോയാർന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ 2 മ്ലാവ്, 2 എണ്ണം ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ എണീറ്റ് പതുക്കെ 2 പേരും കൂടി നടന്ന് കാട്ടിനുള്ളിൽ കയറി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ ഫോറസ്റ്റിൽ പോകുമ്പോൾ പതുക്കെ വാഹനം ഓടിക്കുന്ന പറയുന്നത് ഇതുകൊണ്ടാണ്. മാനിപ്പോൾ ക്രോസ് ചെയ്യും, കണ്ടില്ലേ? എല്ലാ മാനുകളും ക്രോസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ആനിമൽസ് ഫ്രണ്ടിലേക്ക് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കെയർഫുൾ ആയിട്ട്, സ്ലോ ആയിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഊട്ടി. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ഈ മല കയറും. ഈ മല കയറി ഇറങ്ങുന്നതാണ് ഊട്ടി. ഇതൊരു റയറായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കീരി എന്തിനോ ഹണ്ട് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റയറായിട്ടേ കാണാൻ പറ്റുള്ളൂ കാട്ടിൽ. അപ്പം നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഇപ്പോൾ ഊട്ടിയിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് മസനഗുഡി ടു ഊട്ടി റോഡ്. നല്ല ഹാപ്പൻ ബെൻഡുള്ള റോഡാണ്. ഗൂഡല്ലൂർ റൂട്ടിൽ വരികയാണെങ്കിൽ 19 കിലോമീറ്റർ അതിൽ പോകുന്നു. പക്ഷേ ഈ മസനഗുഡി റൂട്ടിൽ വരുമ്പോൾ ഈ ഒരു മല നമ്മൾ അടിവാരം പോയിട്ട് നേരെ 25 കിലോമീറ്റർ ഒറ്റയടിക്കാണ് കയറാൻ പോകുന്നത്. ഭയങ്കര ഡേഞ്ചറുമാണ്. നല്ല വലിയ വണ്ടികളൊന്നും അങ്ങനെ കയറ്റി വിടാറില്ല ഈ വഴി.
എബോവ് സീ ലെവലിൽ നിന്നും ഇപ്പൊ നമ്മൾ 1500 അടി ഹൈറ്റിലാണ്. ഇനി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 23 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. മുകളിലെത്തുമ്പോൾ ഇനിയും കുറയും. ഇപ്പൊ തന്നെ ഏകദേശം നല്ല തണുപ്പ് തുടങ്ങി. അങ്ങനെ നമുക്ക് ഈ ട്രിപ്പിൽ മഴയും കിട്ടാൻ പോവാണ്. മഴത്തുള്ളികൾ ഇടാൻ തുടങ്ങി. പതിമൂന്നാമത്തെ ഹെയർപിൻ ബെൻഡ്. ഇനി 12 ബെൻഡുകൾ കൂടി ബാക്കി. അപ്പൊ അങ്ങനെ നമുക്ക് ഫോഗ് കയറാൻ തുടങ്ങി. നല്ല മിസ്റ്റ് ആയിരിക്കും. ഇനി മുകളിൽ കയറുന്ന സമയത്ത് നല്ല മിസ്റ്റും അടിപൊളി ക്ലൈമറ്റും ആണ്. നല്ല ക്ലൈമറ്റ് ആയി തുടങ്ങി. ഇപ്പൊ തണുപ്പ് 20 ഡിഗ്രി ആയി. മാമാ എങ്ങനെയുണ്ട് തണുപ്പ്? വാങ്ങിയ ഫുഡി മുതലാവും. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. വീട്ടിലെ മിസ്റ്റ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇല്ല മാമ, അത് മുകളിൽ ഇല്ലല്ല, മുകളിൽ. ശരിക്കും ക്യാമറയിൽ എത്രത്തോളം ഫോഗ് കിട്ടേണ്ടത് എനിക്കറിയില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മിസ്റ്റ് വരുന്നത്. ഒരു രക്ഷയില്ലാട്ടാ, ചെടിയിലും മഴ, അടിപൊളി മഴ. നോക്കിയേ, കണ്ടു നോക്ക്, സൂപ്പർ മഴ. ഈ മഴയത്താണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. മഴ, ഊട്ടി, തണുപ്പ്, ആഹാ സെറ്റ്, അന്തസ്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. പക്ഷെ എന്താ ഒരു കുഴപ്പമെന്നറിയോ, പുറത്തിറങ്ങാൻ പറ്റില്ല. അതവിടെ പ്രശ്നം. കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മഴ ആസ്വദിച്ച് ഇരിക്കേണ്ടി വരും. വീണ്ടും നമ്മുടെ തണുപ്പ് കൂടിയിട്ടുണ്ട്. 18 ഡിഗ്രി ആയിപ്പോ. മാമ ഇപ്പൊ തന്നെ 18 ഡിഗ്രി ആണെങ്കിൽ കുറച്ച് രാത്രിയായിട്ട് എന്തായിരിക്കും? നല്ല സെറ്റപ്പ് ആയിരിക്കും. ഒരു 15 വരും തോന്നും. അതെ. ഇപ്പൊ നമ്മൾ മസനോടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഊട്ടി റോഡിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൂഡലൂർ. നമ്മൾ അപ്പോഴേ വന്നാൽ ഗൂഡലൂർ റൂട്ടിലേക്ക് പോകും. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടി ടൗൺ. നമ്മൾക്കിപ്പോൾ പോകേണ്ടത് ഊട്ടി ടൗണിലേക്ക്. ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞു.
എത്തി നമ്മൾ മുകളിലെത്തില്ലേ. ഇനിയിപ്പോ ടെമ്പറേച്ചർ ഇനി നൈറ്റ് ആകുമ്പോ ടെമ്പറേച്ചർ കമ്മിയാവുന്നേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പഴയ ടാക്സി നോക്കുക. അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെത്തി. ബ്ലോക്കിൽ പെട്ടു. നല്ല അടിപൊളി ബ്ലോക്ക്. നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡന്റെ മുമ്പായിട്ട് അരമണിക്കൂറായി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. എപ്പോ മാറുന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മളിത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ 600 മീറ്ററേ ഉള്ളൂ. റൈറ്റ് കോത്തഗിരി, കുണ്ണൂർ, കോയമ്പത്തൂർ. നമുക്ക് കുണ്ണൂർ കോയമ്പത്തൂർ റൂട്ടാണ്. നമ്മൾ റൈറ്റ് എടുക്കുന്നു, വീണ്ടും ലെഫ്റ്റ് എടുക്കുന്നു, നേരെ ഉദകമണ്ഡലം. താങ്ക് യു. വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും ബ്ലോക്ക് ഉണ്ടാക്കി. നല്ല തണുപ്പ്. 16 ഡിഗ്രി തണുപ്പാണ് ഇപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ. ഊട്ടി എന്ന് പറഞ്ഞ അതൊരു പ്രത്യേക വൈബാണ്. ഊട്ടി വൈബ്. ഊട്ടി വൈബ് ഒരിക്കലും മടുക്കാത്തൊരു സംഭവം എന്ന് പറയില്ലേ, അതാണ്. ഊട്ടിയിൽ എത്ര പ്രാവശ്യം വന്നാലും മടുക്കില്ല എനിക്ക്. വ്യൂ നോക്കൂ, ഇതല്ലേ വ്യൂ. ഇവിടുന്ന് അതേ വണ്ടികൾ വരുന്നതേ ഉള്ളൂ. ആ വരുന്നതാണ് നമ്മുടെ ലൗഡയിലേക്കും അതുപോലെ കെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന റോഡാണിത്. ഈ വഴിയെ പോവാ. അവിടെയൊക്കെ ഫോഗൊന്നും നിറഞ്ഞിട്ട് നോക്കി. മിസ്റ്റ്, ഭയങ്കര മിസ്റ്റ്. മാമനവിടെ തകർപ്പൻ ഫോട്ടോ എടുക്കണം. മാമന്റെ മക്കൾ 2 പേര്, ഇവരാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളത് ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തകർപ്പനായിട്ട് മാമൻ പോസൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ചെറുക്കും ഫോട്ടോ എടുക്കാൻ തീയാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. തിരക്കിനൊട്ടും കുറവൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. ഇത്ര നേരം 2.25 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും നിർത്തില്ല. ഞങ്ങൾ ടൗണിലൊന്നും നിർത്തില്ല. നേരെ ഇനിയിപ്പോൾ താഴെ കുണ്ണൂർ പോയിട്ട് കുണ്ണൂറിന് കോയമ്പത്തൂർ വഴി അങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനാണ്. ഇനി ഇവിടെ നിന്ന് എന്തായാലും ഒരു 4 മണിക്കൂർ ഓടിയാലേ നമുക്ക് നാട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടി മല. വേറെ സൈറ്റ് സീയിങ്ങോ കാര്യങ്ങളൊന്നും നിൽക്കണില്ല. കാരണം അവിടെ എപ്പോഴെ തന്നെ 7 മണിയായി. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിടുക തന്നെ. അവിടെ നേരെ കുണ്ണൂരിന്ന് കോയമ്പത്തൂർ പോകണം. ഇപ്പോൾ സമയം 7 മണി, 8, 9, 10 മണിയാവും. 11 മണിയാവും അല്ലേ മാമ? 11 ആവും. ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പോഴേക്ക് 10-11 മണിയാവും. അപ്പോൾ അതുകൊണ്ട് വേറെ സൈറ്റ് സീയിങ്ങിനൊന്നും നിൽക്കണില്ല. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും എല്ലാം കാണിച്ചു തരാം. നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞതുകൊണ്ട് കോട കൂടുതൽ. അതെ, ബ്ലോക്ക് ഇല്ലാതെ കിട്ടിയ സൗകര്യമായി. കുണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ കണ്ടത്.
പക്ഷെ മഴ കാരണം നല്ല മഴയാണ്, നിർത്താൻ പറ്റുള്ള. എവിടെയെങ്കിലും സ്പോട്ട് പോയി നമുക്ക് കാണാന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല, നല്ല മഴ. ഈ കുന്നൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താലും കോത്തഗിരി കയറാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേട്ടുപ്പാളയം, കോയമ്പത്തൂർ. ഇത് വീണ്ടും ബ്ലോക്ക്. കുന്നൂർ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീണ്ടും ബ്ലോക്കിൽ പെട്ടു. വീണ്ടും അവിടെ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. മഴ കാരണം നല്ല ബ്ലോക്കല്ല അവിടെയും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. ഇതാണ് തമിഴ്നാട് ബോർഡർ. ഇത് എവിടെ കാണിച്ചു കൊടുക്കുക. ഇതാണ് തമിഴ്നാട് ബോർഡർ വരുന്നത്. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്, വേലന്തവളം എന്ന് പറയും. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ചെക്ക് പോസ്റ്റ്. അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. നാട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം തമിഴ്നാടാണ്. ഇത് ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. വീണ്ടും അത് കാണിച്ചു കൊടുത്തട. ഇനിയിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ തമിഴ്നാട്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കേരളമാണ്. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മാമ വീട്ടിലേക്ക്? ഇവിടുന്ന് 7 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ വീട്. ഇത് വേലന്താവളം എന്നാണ് പറയുക സ്ഥലം, കേരള തമിഴ്നാട് ബോർഡർ. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉള്ളൂ ഇനി നമുക്ക് വീട്ടിലേക്ക്. ഇന്നത്തെ യാത്ര അവസാനിക്കും. ഇന്ന് കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് നമ്മൾ. നല്ലൊരു യാത്രയായിരുന്നു. ഊട്ടി വെച്ചിട്ടാണ് മഴ ഉണ്ടായിരുന്നത്, പിന്നെ എവിടെയും മഴ കണ്ടില്ല. ഊട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല, അതൊരു സങ്കടമുണ്ട്. ഊട്ടിയിൽ അങ്ങനെ എന്താ പറയുക, ഊട്ടിയിൽ ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. പിന്നെ മഴയുമായിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ ഊട്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയില്ല, ഒന്നുമില്ല, വരണ്ട ഒരു കാലാവസ്ഥയാണ്. കുഴപ്പമില്ല, ഇനി വീണ്ടും നമുക്ക് ഊട്ടി പോവാലോ അല്ലേ? നമ്മളപ്പോഴാണ് റെഡിയാണ്. സോ അപ്പം ഇനി എന്തായാലും അടുത്തൊരു അടിപൊളി യാത്ര ഉണ്ടാവും. ഉടൻ തന്നെ ഒരു യാത്രയുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവസാനം ഫൈനലി നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും സേഫായിട്ട് എത്തി. കുഴപ്പമൊന്നുമില്ല, അടിപൊളി ട്രിപ്പായിരുന്നു. എങ്ങനെയായിരുന്നു മാമ? 3 ദിവസം യാത്രയായിരുന്നു, വളരെ സമാധാനത്തോടുകൂടി വീടെത്തി. അപ്പോൾ എന്തായാലും തുടർന്നും വീഡിയോസുകൾ വരുന്നതായിരിക്കും. അടിപൊളി നല്ല നല്ല യാത്രകളായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒരു തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതൊക്കെ തിരുത്തി നല്ല നല്ല വീഡിയോസുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത് പുറമെ ബാക്കിയുള്ള വീഡിയോസുകളിൽ നമ്മൾ എന്തായാലും തെറ്റുകളൊക്കെ തിരുത്തി അടിപൊളിയായിട്ട് വരാം. ഓക്കെ. പിന്നെ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇടുന്ന വീഡിയോസുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? പുതിയ കണ്ടന്റ്സുമായിട്ട് ഞങ്ങൾ യാത്ര തുടരുന്നതായിരിക്കും. മാമനും മരുമക്കളും വീണ്ടും വരുന്നതാണ്.